ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. റോമാലേഖനം 2-ാം അധ്യായം അതിൻ്റെ 17 മുതലുള്ള ഭാഗങ്ങളിൽ, നീയോ യഹൂദൻ എന്ന് പേർകൊണ്ടു ന്യായപ്രമാണത്തിൽ ആശ്രയിച്ചും ദൈവത്തിൽ പ്രശംസിച്ചും ന്യായപ്രമാണത്തിൽ നിന്നും പഠിക്കയാൽ അവൻ്റെ ഇഷ്ടം അറിഞ്ഞു, ഭേദാഭേദങ്ങൾ വിവേചിച്ചു, ജ്ഞാനത്തിൻ്റെയും സത്യത്തിൻ്റെയും സ്വരൂപം ന്യായപ്രമാണത്തിൽ നിന്ന് നിനക്ക് ലഭിച്ചതുകൊണ്ട് നീ കുരുടർക്ക് വഴി കാട്ടുന്നവൻ, ഇരുട്ടിലുള്ളവർക്ക് വെളിച്ചം, മൂഢരെ പഠിപ്പിക്കുന്നവൻ, ശിശുക്കൾക്ക് ഉപദേഷ്ടാവ് എന്ന് ഉറച്ചിരിക്കുന്നെങ്കിൽ, ഹേ അന്യനെ ഉപദേശിക്കുന്നവനെ, നീ നിന്നെ തന്നെ ഉപദേശിക്കാത്തതെന്ത്? മോഷ്ടിക്കരുത് എന്ന് പ്രസംഗിക്കുന്നത് നീ മോഷ്ടിക്കുന്നുവോ? വ്യഭിചാരം ചെയ്യരുതെന്ന് പറയുന്നത് നീ വ്യഭിചാരം ചെയ്യുന്നുവോ? വിഗ്രഹങ്ങളെ വെറുക്കുന്ന നീ ക്ഷേത്രം കവർച്ച ചെയ്യുന്നുവോ? ന്യായപ്രമാണത്തിൽ പ്രശംസിക്കുന്ന നീ ന്യായപ്രമാണ ലംഘനത്താൽ ദൈവത്തെ അപമാനിക്കുന്നുവോ? നിങ്ങൾ നിമിത്തം ദൈവത്തിൻ്റെ നാമം ജാതികളുടെ ഇടയിൽ ദുഷിക്കപ്പെടുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ധന്യനായ പൗലോസ് റോമാസഭയോട് പറയുകയാണ്, നിങ്ങൾ നിമിത്തം ജാതികളുടെ ഇടയിൽ ദൈവനാമം ദുഷിക്കപ്പെടുന്നു എന്ന് എഴുതിയിരിക്കുന്നല്ലോ. എന്നിട്ട് അതിൻ്റെ തൊട്ട് മുകളിൽ പറയുകയാണ്, നിങ്ങൾ പ്രമാണത്തിനകത്തുള്ളവരാണ്, നിങ്ങൾ പ്രമാണത്തെ ആശ്രയിക്കുകയാണ്, പക്ഷേ നിങ്ങൾ ഉപദേശിക്കുന്നതല്ല നിങ്ങളുടെ ലൈഫ്, നിങ്ങൾ പറയുന്നതല്ല നിങ്ങളുടെ പ്രവൃത്തി. അവരെക്കുറിച്ച് ബൈബിൾ പറയുകയാണ്, നിങ്ങൾ ദൈവനാമത്തെ അപമാനിക്കുന്നവരാണ്. എന്നെ കേൾക്കുന്ന പ്രിയരെ, നമ്മളൊക്കെ എല്ലാം അറിയാമെന്ന് പറഞ്ഞ് നടക്കുന്നവരാണ്. വചനത്തിൻ്റെ പാണ്ഡിത്യമുള്ളവരാണ് ദൈവമക്കളെന്ന് പറയുന്നത്. ഈ കാലഘട്ടത്തിൽ ഒത്തിരി മെസ്സേജുകൾ കേട്ടും ദൈവവചനം വായിച്ചുമൊക്കെ അറിവ് വല്ലാണ്ടങ്ങ് വർദ്ധിക്കുകയാണ്. പക്ഷേ ഈ കേൾക്കുന്നതൊക്കെ ജീവിതത്തിനകത്തുണ്ടോ എന്നതാണ് പരിശുദ്ധാത്മാവ് സഭയോട് ചോദിക്കുന്നത്. നമ്മളിപ്പോൾ ഒരു സന്ദേശമൊക്കെ കേൾക്കുമ്പോൾ, ഒരു ദൈവവചനമൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട്, നല്ല മെസ്സേജായിരുന്നു, അസാധാരണമായ ദൈവസാന്നിധ്യം ഉണ്ടായിരുന്നു. പക്ഷേ അടുത്തൊരു ചോദ്യം, ഈ കേട്ട ദൈവവചനം കേൾക്കാൻ മാത്രമാണോ അതോ അത് ജീവിതത്തിനകത്ത് പ്രാവർത്തികമാക്കാനാണോ? നമ്മൾ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ദൈവവചന സന്ദേശം നമ്മൾ കേൾക്കുന്നുണ്ട്, പക്ഷേ ജീവിതത്തിനകത്തത് പ്രാവർത്തികമാക്കുന്നുണ്ടോ? ഇവിടെ റോമാസഭയോട് പരിശുദ്ധാത്മാവ് ചോദിക്കുന്നൊരു ചോദ്യമാണ്, നിങ്ങൾ ദൈവനാമത്തെ ദുഷിക്കുന്ന ഒരു പ്രവൃത്തിയാണോ ജീവിതത്തിനകത്തുള്ളത്? ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരെ, നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മൾ അറിഞ്ഞും അറിയാതെയും അറിയാമെന്ന ഒരു ഭാവമൊക്കെ ഉണ്ടെങ്കിൽ ഈ ദിവസങ്ങളിലെല്ലാം മാറ്റിവെച്ചിട്ട് ന്യായപ്രമാണം നമ്മുടെ ജീവിതത്തിനകത്ത് നിറവേറ്റാൻ കഴിയാതെ വന്ന സാഹചര്യത്തിൽ ആ പുത്രനെ നമുക്ക് വേണ്ടി അയച്ച ആ പിതാവിനെ ഒന്ന് കണ്ട്, ആ ക്രൂശിൽ വിശ്വസിച്ച്, ആ രക്തത്താൽ ഒന്ന് കഴുകൽ പ്രാപിച്ച് അന്ത്യം വരെ ആ ക്രിസ്തുവിനോട് കൂടെ നടന്ന് മറ്റുള്ളവരെ വിധിക്കാതെ, കുരുടൻ വഴികാട്ടിയാകാതെ ജീവിതത്തിനകത്ത് പ്രാവർത്തികമാക്കി നിത്യതയിലേക്ക് സഞ്ചരിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ. വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. ദൈവം വിശ്വസ്തൻ. God bless you.